Welcome to All-in-One Home Study. Welcome to +1 Accountancy class. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്യാഷ് ബുക്കിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ, ജേണൽ, ലെഡ്ജർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്യാഷ് ബുക്ക് ശ്രദ്ധിക്കുക. Cash book is a book which is used for recording transactions relating to cash receipts and cash payments. Cash receipts cash payments record ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്ഡിവിഷൻ ഓഫ് ജേണലാണ് ക്യാഷ് ബുക്ക്. It serves the purpose of both journal as well as a secondary record, that is ledger. There are different types of cash book. First, single column cash book. A cash book which contains only one amount column on both sides is called single column cash book. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും മാത്രമുള്ള ക്യാഷ് ബുക്കിനെ പറയുന്ന പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ മാതൃക എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഫോം ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരച്ചില്ലേനോ, അതേപോലെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് സെൻട്രലായിട്ട് ക്യാഷ് ബുക്ക് എന്നെഴുതും. രണ്ട് ഈക്വൽ പാർട്ടായിട്ട് വരച്ചതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, റെസീപ്റ്റ്സ്, LF ledger folio, rupees column. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ledger folio, rupees. ഇത്രയും കോളംസാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഉള്ളത്. അതായത് ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും മാത്രമേ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ക്യാഷ് ബുക്കിനെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ മാതൃക മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഡേറ്റ് കോളം റെസീപ്റ്റ്സ്, ലെഡ്ജർ ഫോളിയോ, റുപ്പീസ് ഓൺ ഡെബിറ്റ് സൈഡ്. ഡേറ്റ് കോളം പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, റുപ്പീസ് ഓൺ ക്രെഡിറ്റ് സൈഡ്. ഇനി എങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഒരു ചോദ്യം ഇവിടെയുണ്ട്. ക്യാഷ് ബുക്കിൻ്റെ മാതൃക ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റിക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് ശ്യാംലാൽ ഇൻ ഹിസ് ക്യാഷ് ബുക്ക്. 2016 January 1 commenced business with cash rupees 1,60,000. January 2 bought machinery for cash rupees 30,000. January 5 cash purchases of goods rupees 56,000. January 7 cash sales rupees 35,000. January 9 cash received from Roy rupees 10,000. January 14 received cash from Mohan rupees 10,000. January 20 paid to Salim rupees 25,000. January 25th paid salaries rupees 2,500. January 31st paid rent rupees 10,000. These are the transactions. ജേണലൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ജേണൽ എൻട്രീസ് നമുക്ക് അറിയാവുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അത് മനസ്സിലാക്കിയവർക്ക് ക്യാഷ് ബുക്ക് എളുപ്പത്തിൽ ചെയ്ത് മുഴുമിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതർ ആസ്പെക്റ്റ് നമ്മൾ
ഇതിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്നാമത്തത് എന്താണ്? 2016 January 1 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1,60,000. ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ശ്യാംലാൽസ് ക്യാപിറ്റൽ. അതർ ആസ്പെക്റ്റ് എന്താണ്? ടു ശ്യാംലാൽസ് ക്യാപിറ്റൽ. ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു ടു ശ്യാംലാൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് കോളത്തിൽ 1,60,000 കാണിച്ചിരിക്കുന്നു. ഡേറ്റ് 1/1/2016 1/1/2016 എഴുതി കഴിഞ്ഞിരിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതിൽ പോസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. January 2 ബോട്ട് മെഷീനറി ഫോർ ക്യാഷ് ₹30,000. ജേണൽ എൻട്രി എന്താണ്? മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മിഷനറി അക്കൗണ്ട് ഡെറ്റർ എന്നതാണ് അതർ ആസ്പെക്റ്റ്. എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ മെഷീനറി അക്കൗണ്ട്. ബൈ മെഷീനറി അക്കൗണ്ട്. എമൗണ്ട് 30,000 30,000. ഡേറ്റ് 2/1/16. നെക്സ്റ്റ് January 5 ക്യാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ₹56,000. വാട്ട് ഇസ് ജേണൽ എൻട്രി? യെസ്, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എന്നതാണ് അതർ ആസ്പെക്റ്റ്. എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട്. ഡേറ്റ് 5/1/16. എമൗണ്ട് 56,000 56,000. നെക്സ്റ്റ് January 7 കേഡ് സെയിൽസ് ₹35,000. കേഡ് സെയിൽസ് 35,000. ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അതർ ആസ്പെക്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ടു സെയിൽസ് അക്കൗണ്ട് 35,000 35,000. ഡേറ്റ് 7/1/16. നെക്സ്റ്റ് January 9 ക്യാഷ് റിസീവ്ഡ് ഫ്രം റോയ് ₹10,000. വാട്ട് ഇസ് ജേണൽ എൻട്രി? ക്യാഷ് കംസ് ഇൻ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റോയ്സ് അക്കൗണ്ട്. അതർ ആസ്പെക്റ്റ് ടു റോയ്സ് അക്കൗണ്ട്. ടു റോയ്സ് അക്കൗണ്ട് 10,000 10,000. ഡേറ്റ് 9/1/16 9/1/16 കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് January 14 റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ ₹10,000. മോഹൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ സ്വീകരിച്ചിരിക്കുന്നു. ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് അക്കൗണ്ട് 10,000. അതർ ആസ്പെക്റ്റ് ടു മോഹൻസ് അക്കൗണ്ട്. ടു മോഹൻസ് അക്കൗണ്ട്. മോഹൻസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 10,000 10,000. ഡേറ്റ് 14/1/16 14/1/16. നെക്സ്റ്റ് January 20 പെയ്ഡ് ടു സലീം ₹25,000. ജേണൽ എൻട്രി എന്താണ്? സലീംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എങ്ങനെ പോസ്റ്റ് ചെയ്യും? സലീംസ് അക്കൗണ്ട് ഡെറ്റർ എന്നതാണ് അതർ ആസ്പെക്റ്റ്. അപ്പോൾ കാണിക്കുക ബൈ സലീംസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? പെയ്ഡ് ടു സലീം 25,000 25,000. ഡേറ്റ് 20/1/16. നെക്സ്റ്റ് January 25 പെയ്ഡ് സാലറീസ് ₹2,500. ജേണൽ എൻട്രി സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്.
അതർ ആസ്പെക്റ്റ് എന്താണ്? സാലറീസ് അക്കൗണ്ട് ഡെറ്റർ എന്നതാണ് അതർ ആസ്പെക്റ്റ്. എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ സാലറീസ് അക്കൗണ്ട് 2500 ഡേറ്റ് 25th January 2016. January 31st paid rent rupees 10,000. Journal entry will be rent account debtor to cash account 10,000. Rent account debtor എന്നതാണ് അതർ ആസ്പെക്റ്റ്. എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ റെൻ്റ് അക്കൗണ്ട് 10,000 ഡേറ്റ് 31st January 2016. നമ്മൾ ക്യാഷ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സാധാരണ നമ്മൾ ലെഡ്ജറിൽ പഠിച്ചതുപോലെ ബാലൻസ് ചെയ്യണം. ഏത് എമൗണ്ട് കോളത്തിലാണോ അധികം എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം 1,60,000, 35,000, 10,000, 10,000 ഇങ്ങനെയാണ് എമൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്താണ് അധികം. ഇവിടെ 30, 56,000, 25,000, 2,500, 10,000 ഇവിടെ തന്നെയാണ് അധികം. അതുകൊണ്ട് ഈ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,15,000 ആയിരിക്കും ലഭിക്കുന്നത്. 2,15,000 ഡബിൾ അണ്ടർലൈൻ. ഈ തുക സമാന്തരമായിട്ട് എതിർ സൈഡിൽ കാണിക്കുന്നു. 2,15,000. അപ്പോൾ എതിർ സൈഡിൽ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം കണ്ടെത്തണം. ആ വ്യത്യാസം എങ്ങനെയാണ് കണ്ടെത്തുക? 2,15,000 മൈനസ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള തുകയുടെ ടോട്ടൽ ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്താൽ മതി. അത് ഏതൊക്കെയാണ്? 30,000 പ്ലസ് 56,000 പ്ലസ് 25,000 പ്ലസ് 2,500 പ്ലസ് 10,000. ആ ടോട്ടൽ എത്രയാണോ ആ തുക 2,15,000 നിന്ന് ലെസ് ചെയ്താൽ ഇവിടെ കാണിക്കേണ്ട ബാലൻസിങ് തുക ലഭിക്കുന്നതായിരിക്കും. ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 91,500 ആയിരിക്കും വ്യത്യാസം ലഭിക്കുന്നത്. 91,500. ഇപ്പോൾ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 2,15,000 ലഭിക്കും. ഇതിനു നേരെ നമ്മൾ മാസത്തിൻ്റെ അവസാന ദിവസം 31st January 2016 ബൈ ബാലൻസ് carry down C/D carry down എന്ന് കാണിക്കും. ഇനി ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം. ടോട്ടലിന് താഴെയായിട്ട് എതിർ സൈഡിൽ അടുത്ത ദിവസം ഏതാണ്? 1/2/2016 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ഈ തുക കാണിക്കുന്നു 91,500. ഇതോടുകൂടി നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാസ് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പേ ഈ അധ്യായത്തിലെ ക്ലാസ് വീഡിയോകളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെയാണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.